நமஸ்காரம் சொந்தங்களே, வெல்கம் டு புலி ஃபேமிலி சேனல். நமஸ்காரம். அப்போ அந்த நாள் வந்துட்டோம். இங்க நாங்க கிளம்ப போறோம். நம்ம லாஸ்ட் vlogல பார்த்துட்டோம். நீங்க நம்ம குஞ்சாவோட பிறந்த நாள் கொண்டாட போறோம். நாளைக்கு தான் பிறந்த நாள். இன்னைக்கு நாங்க இங்க இருந்து சென்னை ஜோடியா கிளம்ப போறோம். நாங்க 2 ஜோடி, அது ஒரு கப்பல், இது ஒரு കപ്പിൾ. ഓൾഡ് കപ്പിൾ, ന്യൂ കപ്പിൾ. ഒരു ത്രില്ലാണ്. അവൻ എപ്പോഴും ഇങ്ങനെ നോക്കും. നേരിട്ട് കണ്ട എന്താ റിയാക്ഷൻ അറിയാലോ. 6 മാസമായിട്ട് വീഡിയോ കോളിലൊക്കെ ഇങ്ങനെ ചാടി 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 കളിക്കും ഞങ്ങളൊക്കെ കാണുമ്പോ. ശബ്ദം കേട്ട നേരിട്ട് ഓടി വരും. അപ്പോ ഞങ്ങൾ കിളമ്പ പോறோம். 10 എത്ര മണിക്ക് ട്രെയിൻ അമ്മ? 10:30 ട്രെയിനാണ്. കുഞ്ഞാവനെ കാണാനുള്ള സന്തോഷമാണ് അല്ലേ? 6 മാസമില്ലേ? എണീറ്റ് ഞങ്ങൾ രണ്ടാളും കൂടി ടിഫൻ ഉണ്ടാക്കി കൊണ്ടുപോകാനുള്ള ചപ്പാത്തി മുട്ട ഗ്രേവി എല്ലാം ഉണ്ടാക്കി. ഞങ്ങൾക്ക് ട്രെയിനിലെ ഫുഡൊന്നും ഞങ്ങൾക്ക് ആർക്കും. ഇവർ രണ്ടുപേരും ഉണ്ടാതെ വന്ന് എണീറ്റു, പല്ല് തേച്ചു, കുളി കഴിഞ്ഞു. ഈ ആണുങ്ങൾക്ക് ഭയങ്കര സുഖമാണ്. ഏത് കാര്യത്തിലും ജോലിക്ക് പോയി വന്നാലും അടുക്കള പണി ചെയ്യണം. അങ്ങനെ തന്നെ. നിങ്ങൾ അമ്മ കല്യാണം കഴിച്ച് സ്വന്തം വീട്ടിൽ തന്നെ ഇരിക്കാം. അതാണ് കണ്ടുപിടുത്തം. കല്യാണം കഴിച്ച് സ്വന്തം വീട്ടിൽ തന്നെ ഇരിക്കാന്ന് പറിച്ചു നട്ടതല്ലേ. ഹോം മിനിസ്റ്റർക്കും CM-നും വ്യത്യാസം ഉണ്ടല്ലോ. ഞങ്ങൾ രണ്ടുപേരും CM, ഹോം മിനിസ്റ്റർ രണ്ടുപേര്. അതന്നെ ഹോം മിനിസ്റ്റർ അല്ലേ? അപ്പൊ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണ്ട നിങ്ങൾ രണ്ടുപേരും. ശരി ശരി. ഇത് ബിഗ് ബോസ് അല്ലേ? കുറ്റം പറഞ്ഞ சொல்றதுக்கு ഇത് ബിഗ് ബോസ് അല്ലേ? നന്നായിട്ടുണ്ട്. ശരി, അപ്പൊ ഞങ്ങൾ കിളമ്പ പോறோம். இனி ட்ரெயின்ல விசேஷங்கள். நாங்க இன்னைக்கு இந்த வீடியோ எண்டில் நாங்க குஞ்சாவை மீட் பண்ற வீடியோ இருக்கு. அங்கதான் இந்த வீடியோ க்ளோஸ் ஆகும். அடுத்த வீடியோல ஃபுல்லா ட்ரெயின்ல உள்ள விசேஷங்கள். சரி गाइस, அப்ப நாங்க கிளம்ப போறோம். റെഡിയാ? പോവാൻ വണ്ടി കയറി ഇരിക്കാൻ. എന്താ മുഖത്തൊരു സന്തോഷം എല്ലാവരുടെയും. കുഞ്ചാവനെ കാണാനുള്ള സന്തോഷമാണ്. 6 മാസം മുന്നേ കുഞ്ചാവനെ കൊണ്ടാക്കാൻ പോകുമ്പോ ഞാനില്ല. നോക്ക് ഹെയർ സ്റ്റൈൽ, പുതു ഹെയർ സ്റ്റൈല്, നമ്മുടെ പുതിയ ആള്. ഹൗ ഈസ് എക്സൈറ്റഡ് യു? അമ്മ ശരി. കുഞ്ചാഫി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 കൊല്ലം വെയിറ്റ് ചെയ്യാം. അടുത്തൊരു കുഞ്ചാഫിനെ ഞങ്ങള് തരാം. അച്ഛന് ഫസ്റ്റ് ചായ, സ്നാക്സ്. ഞങ്ങളുടെ അവിടുത്തെ കുട്ടിയാണ്. കുട്ടി ട്രെയിനിൽ കയറിയ തിന്നാം. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഈ വിൻഡോ സീറ്റിലിരുന്നു. രണ്ടാമത് ഇവിടെ ഇരിക്കുന്നു. ബാഗൊക്കെ ഞങ്ങൾ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഫുള്ള് സെറ്റായി. സ്നാക്സ് ഒക്കെ വാങ്ങി ഞങ്ങൾ കഴിക്കാനുള്ളത്. രാത്രിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങി എണീറ്റ് ഞാൻ ചെന്നൈ എത്തും. ഇതല്ലേ, ഇതൊന്ന് ഫുൾ ഡേ സ്പെൻഡ് ചെയ്യണം. നമ്മുടെ രണ്ടുപേരുടെയും ഫസ്റ്റ് ലോങ് ജേർണി. എന്താ ഫുള്ള് ഉറക്കുവോ? കാഴ്ചകൾ കണ്ടിങ്ങനെ ഇരിക്കാൻ അമ്മയ്ക്ക് ഭയങ്കര അടിപൊളി ഭംഗിയായിട്ടില്ല സ്ഥലം. ഇതാ റെസ്റ്റേ ഇല്ലാണ്ട് അച്ഛൻ പരിപാടി തുടങ്ങി. ഫുഡിന് ചായ, എല്ലാവരും ചായ കുടിക്കാനാണ്. ഒരാള് ടീ മാസ്റ്റർ. ടീ ഉണ്ടാക്കി കഴിഞ്ഞാൽ ലൈറ്റ് ഇഷ്ടം, പക്ഷെ നന്നായിട്ടുണ്ട്. എന്താ പരിപാടി മക്കളെ? രണ്ടുപേരും ട്രെയിനിൽ കയറി എന്താ ഒരു കണ്ടന്റ് ആലോചിച്ചു. എന്നിട്ട് ഒരു സൗന്ദര്യ പണക്കം കഴിഞ്ഞു. 1 മിനിറ്റ് 2 മിനിറ്റ്. 10 സെന്റിമീറ്റർ 10 ഏക്കർ സ്ഥലം വേണം. അതിന് സമയമില്ലല്ലോ, രണ്ടുപേരും കൂട്ടിമുട്ടില്ലല്ലോ. ജോലി ഉള്ളതുകൊണ്ട് അടികൂടാൻ സമയം കിട്ടിയിട്ടില്ല. ഫസ്റ്റത്തെ ചെന്നൈ യാത്ര. ഞങ്ങള് ഇവരെ യാത്ര അയച്ചുകൊണ്ട് ഞാൻ തിരിച്ച്
അയ്യോ തിരിച്ചു പോയി ഒറ്റയ്ക്ക്, ഞാനും അച്ഛനും കൂടി ഒറ്റയ്ക്ക്. വേണ്ടല്ലേ അമ്മ വെള്ളപ്പൊക്കമാണ്. ഇപ്പൊ പോകുമ്പോൾ ഞങ്ങൾക്ക് തിരുമ്പി വരുമ്പോൾ കുഞ്ചാവില്ലല്ലോ ரொம்ப மிஸ் பண்ணிட்டு ഇപ്രാവശ്യം ഞങ്ങള് പോക്കും. இப்போ திரும்பி வரும்போது எங்க கூட குஞ்சாவே இருக்காங்களா ரொம்ப ஹாப்பியா இருக்கேன். எங்க கூட வேறு ஒரு மாசம் இருக்கிறோம் வீட்ல ஜாலி அடிச்சு பண்றோம். பொழிக்க போறோம் நாங்க. இனி ஃபேமிலி vlog அடிக்கி நீங்க பாக்குறது ஃபுல்லாவே. இங்கே பார், இது பாரு, எண்ணிட்டு பாரு. தூக்கத்தை எழுந்திருச்ச எப்படி உனக்காகவே வாங்கிட்டு வந்தது. பாதி அம்மாவுக்கும் பாதி என் பொண்டாட்டிக்கும் சேர்த்து வாங்கிட்டு വന്നത്. ഞങ്ങൾ രണ്ട് അച്ഛനും ഒത്ത് കഴിക്കാൻ പോവാണ്. ഞങ്ങൾക്ക് ടീ ടൈം ആയി അല്ലേ? എത്ര മണി? 4 മണി. ഇനി 3 മണിക്കൂർ, 7 മണിക്ക് தான் അங்கே റീച്ച് ആയിരുന്നു. വരച്ച് ഒരാൾ കാശ്മീരിൽ നിന്നും പോകുന്ന പോലെ നല്ല നല്ല ഉറക്കമായിരുന്നു. വിളിച്ചെടുത്തിയപ്പോൾ നിങ്ങൾ ഞാൻ പിസയുടെ മണം കേട്ടപ്പോൾ എണീറ്റാണ്. ഓപ്പൺ ചെയ്യൂ മകളെ. ഓപ്പൺ என்ன முகத்து சிரிப்பு பாரு. മൂന്നങ്ങ് അപ്പൊ எங்க போற? எங்க ചായ കുടിക്കാനാ? டீ சாப்பிடணும்னு சொல்லி இப்படி இல்லை, ஒரு டீ சாப்பிடணும்னு சொல்லி ஒரு ஸ்டாப்பில் இறங்கிட்டோம். இங்கே ஒன்றுமே இல்லை. டீ അത് തന്നെ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റോപ്പ് ഒന്ന് നിനക്ക് ടീ വാങ്ങിത്തരാം. அரக்கோணம் தான் நாங்கள் இறங்குற ஸ்டாப்பு. இது காட்பாடியை திருச்சி இனி ஒரு 1 hour ஜேர்னி இல்லை 7:30க்கு ரீச் ஆயிரும் இல்லை? சரி, அது வரை கொஞ்சம் அட்ஜஸ்ட் செய்யும் ஒரு டீ குடிக்காம. அது என்னென்னா ரொம்ப தூக்கம் வந்துருச்சு, அதனால தான் தூங்கிட்டான். അങ്ങനെ അറക്കോണം റീച്ച് പണിട്ടോം. ഇനി നെക്സ്റ്റ് കുഞ്ചാവനെ കാണാനുള്ള വെയിറ്റിംഗ് ആണ്. അവിടെ നിന്ന് ഇറങ്ങി പറഞ്ഞു. ഫോണിൽ കാണുമ്പോൾ ഓർമ്മയുണ്ട്. നേരിട്ട് ശരി, എന്തായാലും എക്സൈറ്റിംഗ് മുഖത്തിൽ തെരിയത് രണ്ടുപേരുടെ മുഖത്തിലെയോ. ശരി, അപ്പോൾ അവർ വെറുതെ വെയിറ്റ് பண்ணலாம்.